2026 മെയ് 27 ബുധനാഴ്ച വരാനിരിക്കുന്നത് പത്മിനി ഏകാദശി അഥവാ കമലാ ഏകാദശിയാകുന്നു. ഇത് സാധാരണ ഒരു ഏകാദശിയല്ല, അധിക മാസത്തിൽ വരുന്ന അത്യന്തം പുണ്യമായിട്ടുള്ള ഏകാദശിയായി കണക്കാക്കപ്പെടും. ഈ വ്രതം ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിന് സമർപ്പിതമാണ്. ഈ വ്രതം ആചരിക്കുന്നവർക്ക് സന്താനലാഭം, സന്താനങ്ങളുടെ കഷ്ടനിവാരണം, മനഃശാന്തി, പാപപരിഹാരം, മോക്ഷലാഭം, കുടുംബ സമാധാനത്തിനും ശാന്തിക്കും മനസ്സിനുള്ള ആഗ്രഹ സാഫല്യത്തിനും വളരെ ശ്രേഷ്ഠമാണെന്ന് വിശ്വസിച്ചു പോരുന്നു. ഏകാദശിയുടെ ആത്മീയ അർത്ഥം എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഏകാദശി എന്നത് വെറും ഭക്ഷണം ഒഴിവാക്കൽ മാത്രമാകരുത്, ഒരു ചിത്തവൃത്തി നിരോധനം കൂടിയായിരിക്കണം. അതിലൂടെ നമ്മുടെ ആത്മാവിനെയും കൂടിയാണ് കഴുകിക്കളയേണ്ടത്. ആത്മാവിനേറ്റിരിക്കുന്ന കറകൾ ഒരിക്കൽ നമ്മൾ ബാഹികമായി കുളിച്ചാൽ മാറാവുന്നതല്ല. അതേപോലെ തന്നെ മുൻ ജന്മങ്ങളിലെ പാപക്കറകൾ. അതിനാൽ ഇതിനോടൊപ്പം തന്നെ ഇന്ദ്രിയ നിയന്ത്രണം, മനസ്സിൻ്റെ ശുദ്ധീകരണം, കോപം കുറയ്ക്കൽ, ദൈവിക ചിന്ത വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്കെല്ലാം ഒരു സ്ഥാനം കൂടി നൽകിക്കൊണ്ടായിരിക്കണം. അതിനുള്ള ഒരു ആത്മീയ പരിശീലനമായിരിക്കണം ഈ ഏകാദശി. പത്മിനി ഏകാദശിയുടെ വ്രതകഥ ഇപ്രകാരമാവുന്നു. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് കൃതവീരൻ എന്നൊരു രാജാവും ഭാര്യയായ പത്മിനി ദേവിയും ഉണ്ടായിരുന്നു. അവർ ധാർമ്മികരും ഭക്തന്മാരായിരുന്നു എങ്കിലും വളരെ നാളോളം സന്താനഭാഗ്യം ലഭിച്ചിരുന്നില്ല. ദുഃഖിതയായ പത്മിനി ദേവി ഒരിക്കൽ ഒരു മഹർഷിയോട് ചോദിച്ചു, ഞാൻ എന്തുകൊണ്ടാണ് ഇതുവരെയും ദുഃഖത്തിലായി കഴിയുന്നത്? പുത്രഭാഗ്യം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് മഹർഷി ഇപ്രകാരം പറഞ്ഞു, മുൻജന്മ പാപങ്ങൾ കൊണ്ടാണ്. അതിനാൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ദേവി ഈ അതിമാസത്തിൽ വരുന്ന പത്മിനി ഏകാദശിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതാണെന്നും അതിമാസത്തിൽ വരുന്ന പത്മിനി ഏകാദശി ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടെ മുൻജന്മ പാപം ഇല്ലാണ്ടാകുന്നതുമാണെന്നുള്ള കാര്യം പറഞ്ഞു. അതനുസരിച്ച് പത്മിനി ദേവി കഠിനമായ ഏകാദശി വ്രതം ആചരിക്കുകയും കറക്റ്റായിട്ട് ഉപവാസം ചെയ്തു, വിഷ്ണുനാമം ജപം നടത്തി, പ്രാർത്ഥനയിൽ മുഴുകി. അതിൻ്റെ ഫലമായിട്ട് പത്മിനി ദേവിയുടെ വ്രതത്തിൽ പ്രസിദ്ധനായ ശ്രീ ഹരിവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുകയും തത്ഫലമായി മഹാശക്തനും വീരനുമായ കാർത്തിവീര അർജുനനാണ് ജനിച്ചത്. ഈ വ്രതകഥ ഇന്ന് കേൾക്കുന്നതോടൊപ്പം തന്നെ വ്രതം ആചരിക്കുന്ന ദിവസം, അതായത് പാരണ വിടുന്നതിന് മുന്നേ ആയിട്ട് ഒരു പ്രാവശ്യം കൂടി ഇത് കേൾക്കുന്നത് വളരെ നല്ലതാണ്. അത് കേൾക്കുകയും വേണം. അടുത്തത് പാരണ ബ്രേക്കിംഗ് ടൈമാണ്. എറണാകുളം, കേരള, കൊച്ചി ആ ഭാഗത്ത് 2026 മെയ് 28 വ്യാഴാഴ്ച രാവിലെ ഏകദേശം 5:25 AM മുതൽ 7:56 AM വരെയാണ് പാരണ ബ്രേക്കിംഗ് ടൈം ആയിട്ടുള്ളത്. അതായത് ദ്വാദശി കലർന്ന ഏകാദശി എടുക്കുമ്പോഴാണ് അതിൻ്റെ ഫലം ഉത്തമമാകുന്നത്. പ്രത്യേകിച്ച് മോക്ഷാർത്ഥികളായ ആളുകൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ദ്വാദശി കലർന്ന ഏകാദശി തന്നെ എടുക്കണം. അല്ലാതെ നമ്മളുടെ ഓരോ ആഗ്രഹ നിവൃത്തീകരണത്തിനാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം, അതായത് 2026 മെയ് 26 എടുക്കേണ്ടത്. ഇന്നേ ദിവസം കേൾക്കേണ്ട വിശിഷ്ട മന്ത്രങ്ങളെക്കുറിച്ച് പറയാം. ബാലസംരക്ഷണ മന്ത്രവും സന്താന ഗോപാലവുമാണ്. അടുത്തത് കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: കൃഷ്ണ, ശരണം പ്രാപിക്കുന്നവരുടെ ദുഃഖം നീക്കുന്നവനെ, ഗോവിന്ദ, നിന്നെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്നുള്ള. അടുത്തത് സന്താന ഗോപാല മന്ത്രമാണ്. ശ്രീ നാരദ ഋഷി അനുഷ്ഠിപ്പ ഛന്ദഃ സന്താന ഗോപാല മഹാവിഷ്ണുർ ദേവത ഓം ശ്രീം നമഃ ദേവകി സുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹിമേ തനയം കൃഷ്ണ തോമഹം ശരണം ഗതഃ. കൂടാതെ ഈ മന്ത്രം ചൊല്ലി സുകുമാരനെ സേവിച്ചാൽ സന്താനലാഭം ഉണ്ടാവുമെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഈ അധിക മാസത്തിലെ പത്മിനി ഏകാദശി അഥവാ പുരുഷോത്തമ ഏകാദശി ഏവർക്കും അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എന്നും ഭഗവാന്റെ അസീമമായ കൃപയ്ക്ക് പാത്രീഭൂതരാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ.